ഓൺലൈനിൽ നിന്നും നിങ്ങളൊരു പഴയ വൈൻ ക്യാബിനറ്റ് വാങ്ങും. അതിനുശേഷം നിങ്ങളുടെ ലൈഫിലെല്ലാം കൈവിട്ടു പോകാൻ തുടങ്ങിയാൽ എങ്ങനെയുണ്ടാകും? 2001 കെവിൻ മാനുസ് എന്നൊരാൾ ഒരു പഴയ തടിപ്പെട്ടി വാങ്ങുന്നു. അതിന്റെ പഴയ ഉടമസ്ഥൻ പറഞ്ഞത് അതിനുള്ളിൽ ഡിബുക്ക് എന്ന് വിളിക്കുന്ന ഒരു ജൂത പ്രേതത്തിന്റെ സാന്നിധ്യമുണ്ടെന്നാണ്. പിന്നീട് കെവിൻ ഈ ബോക്സ് eBayയിൽ വിറ്റു. അവിടെ നിന്നാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. ഈ പെട്ടി വാങ്ങിയ ആളുകൾക്കെല്ലാം ദുരന്തങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. പേടി സ്വപ്നങ്ങൾ, വിചിത്രമായ അനുഭവങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ. അങ്ങനെയാണ് ഇന്റർനെറ്റിൽ ഇത് ദി ഡിബുക്ക് ബോക്സ് എന്ന പേരിൽ ഫേമസ് ആകുന്നത്. പിന്നീട് ഇത് വാങ്ങിയ ജേസൺ ഹാക്സ്റ്റൺ എന്നയാൾ പറഞ്ഞത് ബോക്സ് കയ്യിൽ കിട്ടിയ ശേഷം തന്റെ ഹെൽത്ത് കംപ്ലീറ്റ് ആയി തകരാറിലായി എന്നാണ്. ഇതിലൊക്കെയോ അമാനുഷികമായ എന്തോ ഉണ്ടെന്ന് പുള്ളി ഉറപ്പിച്ചു. പക്ഷേ ഇതിന്റെ പകുതിയും കഥകളാണെങ്കിലോ ഈ ബോക്സിനുള്ളിൽ പ്രേതമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു സയന്റിഫിക് പ്രൂഫും ഇതുവരെ കിട്ടിയിട്ടില്ല. കേട്ടുകേൾവി വെച്ച് മെനഞ്ഞെടുത്ത കഥകൾ എത്ര സില്ലിയാണെങ്കിലും ആളുകൾ അത് വിശ്വസിക്കാൻ തുടങ്ങിയാൽ പിന്നെ കഥ മാറും. അപ്പോൾ ശരിക്കും ഈ ബോക്സിനുള്ളിൽ അമാനുഷികമായി വല്ലതും ഉണ്ടായിരുന്നോ അതോ വെറും ഒരു സാധാരണ തട്ടിപ്പെടുത്തുണ്ടാക്കിയ കഥയാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ട് ഒരു ആൻസർ കിട്ടിയില്ലെങ്കിൽ അതിന് ഉടനെ ഫേക്ക് ആണെന്ന് പറയുന്നത് അത്ര ശരിയല്ല. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?